നമ്മൾ ഒതുക്കുങ്ങലിലുള്ള റഷീദ്ഗയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളെ സൈറ്റിലുള്ളത്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഓൺ ഗ്രിഡിന്റെ 5 kW സോളാർ സിസ്റ്റം ആണ്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് 5 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോളാർ ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ സോളാർ പാനൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സൈറ്റിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അദാനിയുടെ ബൈഫേഷ്യൽ പാനലാണ്. ഇവിടെ 5 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ വാക്ക് വേ ഇത് നടന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്ക് വേ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിനിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ GI യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റയുടെ GI ആണ് ഇവിടെ കംപ്ലീറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സോളാർ പാനൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ DC DB. ഇതിൽ നിന്ന് നമ്മളെ ഇൻവെർട്ടറിലേക്ക് നമ്മളെ കറണ്ട് പാസ് ചെയ്ത് അതിനുശേഷം AC DBയിലേക്ക് കൺവേർട്ട് ചെയ്ത് AC DBയിൽ നിന്ന് നേരെ മെയിൻ സ്വിച്ചിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ AC DC ലൈറ്റിനിങ് പാനൽ എർത്ത് എല്ലാം നമ്മൾ താഴേക്ക് കൊണ്ടുപോകും. ഫൈനലി KCB ഇൻസ്പെക്ഷനോട് കൂടി നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ EV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം നമുക്ക് ലാവിഷായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ 5 kW സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതോടുകൂടി നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഏകദേശം 10,000-12,000 രൂപയോളം വരുന്ന കറണ്ട് ബില്ല് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എനർജി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 60 രൂപ മുടക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങളെ വീട്ടിലും സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.